guys, assalamualaikum. Welcome back to my channel. Guys, അങ്ങനെ ഇന്നത്തെ ഡെയിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യണതാണ്. പക്ഷെ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ സൈഗു മാമന്റെ ബർത്ത്ഡേ. 4 വയസ്സായി. സൈഗു ഇത്ര നേരം തന്നെത്താനെ ഹാപ്പി ബർത്ത്ഡേ സൈഗു, ഹാപ്പി ബർത്ത്ഡേ വാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? എങ്ങനെയാണ് അതെ അതെ, എന്തായാലും ആദ്യത്തിൽ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ഇവര് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അത് ഈവനിങ് ആയിരിക്കും. പക്ഷെ ഞാനിപ്പോ ജസ്റ്റ് നിങ്ങളൊന്ന് അപ്ഡേഷൻ അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വ്ളോഗായിട്ട് വന്നതാണ്. ആക്ച്വലി ഇന്ന് നമുക്കൊരു ശരിക്കും പറഞ്ഞിട്ട് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ മാണിക്ക കല്ലാളെ പുകിലാളെ നിൽക്കുക. പൊന്നാരഞ്ച മാണിക്ക കല്ലാളെ ഇഞ്ച പുകലാണ്. അതെ അല്ല, മഷു എന്ന് പറഞ്ഞ അങ്ങനെ അല്ല നിക്ക് പറഞ്ഞിട്ടോ. എന്താ പറഞ്ഞു? പൊന്നാരഞ്ച മാണിക്ക കല്ലെ ഇഞ്ച പുകലാളെ. പൊന്നാര ഇഞ്ച മാണിക്ക കല്ലാളെ ഇഞ്ച പുകലാ. ആർക്ക് 200 രൂപ എപ്പ തരും? 200 രൂപ ഇപ്പൊ 200 രൂപ. പൊന്നാര മാണിക്ക കല്യാളെ ഇഞ്ച പുകിലാളെ. ഇതൊരു മാതിരി മീൻ കച്ചവടത്തിന് വന്ന പോലായി പോയല്ലടി. ഇതൊരു മാതിരി മീൻ കച്ചവടത്തിന് വന്ന പോലായി പോയി. അതാണ് മാണിക്ക കല്യാളെ പുകലാളെ എന്ന് പറഞ്ഞ അർത്ഥം അറിയോ? മാണിക്കക്കല്ല് നമ്മള് കുട്ടികളെ സ്വത്തുവോ മുത്തുവോ പുകിലാളെന്ന് പറയണ എന്താ? ആ മാണിക്കക്കല്ല് അതാണ്. എന്നാ കേട്ടില്ല എന്താണ് ആ പാട്ട് നോക്കി പാടിക്കാം. മാണിക്കല്ല് എന്തൊക്കെ പൊന്നാരഞ്ച മാണിക്ക കല്ലാളെ പുകലാളെ. കുട്ടി അങ്ങോട്ടൊക്കെ ബസീർക്കാക്കോന്റെ ഒന്ന് നോക്ക്. ഏതായാലും നമ്മൾ വയനാട് വന്നപ്പോ നമ്മളിൽ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടു നമ്മളെ ബഷീറും കുട്ടികളൊക്കെ അവിടെ കേട്ടോ, ഒന്ന് പോയി കാണുകൊണ്ട് മാണിക്ക കല്ലാളെ അങ്ങനെ എത്തി. എല്ലാ മാണിക്ക കല്ലാളി ഒരുമിച്ച് ഒരു കുടക്കീല കിട്ടി. പ്രൊമോഷൻ പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാന് അതടിച്ചാ മതി. ഞാൻ ഇന്നലെ രാത്രി വില്ലേന്ന് ഞാൻ കുറച്ച് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വില്ലേല് കയറിയിട്ട് തിരിച്ച് ഞാൻ ഇറങ്ങണാണ്. ഇറങ്ങുമ്പോ ഒരു സൗണ്ട്, എന്റെ പൊന്നാര മാണിക്ക കല്ലാളെ പുകിലാളെ. ഞാനപ്പോ തന്നെ എവിടെയോ കേട്ട് നല്ല പരിചയപ്പെട്ടില്ല. നോക്കുമ്പോ ഒരാള് വന്യ ഫാമിലി ആയിട്ട്. അപ്പൊ ആക്ച്വലി എവിടെ പോയതാണ്? ഞങ്ങളോ സത്യം പറയണ ഇങ്ങോട്ട് വരാനുള്ള കാരണം ഇതാ ഭാഷ തന്നെയാണ്. അതെ ആരുമല്ല, ഒരു വീഡിയോ ഇട്ടു, നമ്മക്ക് ഇഷ്ടം പോലെ പള്ളറച്ച് മത്തം വെച്ച മാതിരി കമന്റ് അങ്ങോട്ട് വന്നു. ആ കമന്റ് എന്ന് പറഞ്ഞ ഇവിടെ ഭാഷയുണ്ട്, എന്തായാലും പോയി കാണോണ്ടിട്ടോ പറഞ്ഞു. പിന്നെ നമ്മളെ സബ്ബുകൾ പറഞ്ഞ നമ്മൾ കേൾക്കാതെ പോയി മാണിക്കക്കല്ലിന് പോയി അതെ ഓലാണ് അല്ലേ നോക്കാം. ഈ സബിനാണ് പൊന്തിച്ചാനും കജും, അതേ സബിന് നമ്മള് അതായത് ഒരു ടൈമിൽ നമ്മളിങ്ങനെ പൊക്കിക്കൊണ്ട് പോകും. പിന്നെ ആ പൊക്കിക്കൊണ്ട് മേലെ നിർത്തിയിട്ട് ആ മേലെന്ന് ഒരട്ടിടില്ല അവിടെ താഴത്തേക്ക് ഇടും. പിന്നെ ഒരു 2-3 മാസം കഴിയും പിന്നെ പോക്കണേ. അപ്പൊ നമ്മളെ മുത്താളി നമ്മളൊന്നും കാട്ടൂല, അവളെ ഒന്നും കാട്ടൂല. ഇതൊന്നും ഉണ്ടായിരിക്കും. അതാണ് എന്താ മിണ്ടിരിക്കുന്നത്. ആകെ പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. ആകെ പറയാനുള്ള സെൽഫ് പ്രൊമോഷൻ. കണ്ടിലാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ ഇന്നലെ വയനാട് എത്തി പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോ നമ്മളെ കമന്റിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞത് ബഷീർ കുടുംബം ഉണ്ട് ഇവിടെ, അപ്പൊ നിങ്ങളെല്ലാം എന്ന് പോയി മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ്ട് ഒരുപാട് കമന്റ് വന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് നമ്മള് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അഫ്സലിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന്, ബഷീർ നിന്നെ പോലെ രണ്ടാമതൊരു പെണ്ണ് കെട്ടണമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പൊ അതിന് വേണ്ടി നിന്റെ അടുത്ത് കുറച്ച് കോച്ചിങ്ങിന് വേണ്ടി വന്നാണെന്നാണ് പറഞ്ഞത്. ഞാനെന്താ അറിയോ, ഇച്ചൊരു ആഗ്രഹമുണ്ട്. മാരിക്കത്തെ കയറില്ലേ ഇപ്പൊ ആരാ ആഗ്രഹിക്കാത്ത? അപ്പൊ ഞാനും ഇപ്പൊ അതേമാതിരി ഒന്ന് തട്ടി കൂട്ടിയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ചാനലിന്റെ പ്രൊമോഷൻ വേണം. ചാനലിന്റെ പ്രൊമോഷൻ വേണ്ട. അല്ല, ചാനൽ കുറച്ചുകൂടെ റീച്ച് കൂടും. അല്ല ഏതായാലും ഞമ്മക്കെന്താ പറയാ, ബന്ധങ്ങള് അതെന്നും പടച്ചോ നിലനിർത്തിത്ത. അതാണ് ഞമ്മക്ക് വേണ്ടത്. പിന്നെ ഇന്ന് ഇതാ ഏറ്റവും വലിയ സന്തോഷം, അൽ മാണിക്കക്കല്ല് അൽ പുകളുടെ ജന്മദിനാണ്. എല്ലാവിധ ജന്മദിനാശംസകളും.
എന്താ ഇങ്ങനെ തുളുമ്പിട് വല്ലാതെ മതി. ഗൈസ് അപ്പൊ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ മാണിക്കല്ലുമായിട്ട് ഇന്ന് ഇവിടെ കുറച്ച് ഇവിടെ എൻജോയ് ചെയ്യണേണ്. ഞങ്ങളിവിടെ ആദിത്യയുടെ പാർക്ക് ഏരിയയിലാണ്. ഇവിടെ നിന്ന് കുറച്ച് ഫൺ ടൈം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി മെയിനായിട്ട് വന്നത്. അപ്പൊ നമുക്ക് പോയിക്കാലേ. ഇവിടെ തുടങ്ങി അടുത്ത വ്ളോഗ് തുടങ്ങാൻ തുടങ്ങി. ഞാനിപ്പോ ഇവിടെ എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി പോണത് വൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് വന്നേക്കണോണ്ട് ഇവിടെ നിറയെ ചെളിയുണ്ട്. അപ്പൊ ചെളി വാരി എറിയാന്ന് വിചാരിക്കണത്. അതെ 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 റോൾ ചെയ്യാൻ. ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളവിടെ മാണിക്കക്കല്ല് പറഞ്ഞോണ്ടിരിക്കുമ്പോ പിള്ളേര് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങി അല്ലേ? അതാണ് ഇതേ സൈഗു പൊളിക്കല്ലേ ബർത്ത്ഡേ ഒക്കെ ആയിട്ട്. വ്ളോഗർ മച്ചൂര അടുത്ത വ്ളോഗിന്റെ റെഡി ആയിട്ട് സൗകര്യം തീരില്ല. പിന്നെ എന്തോ ഇന്റർനാഷണൽ കാര്യം എന്തോ പറഞ്ഞോണ്ടിരിക്കണ എന്താ? അല്ല ഞങ്ങള് പിന്നെ അടുക്കള കാര്യം പറഞ്ഞേക്കാണ്. എന്താണ് അടുക്കള കാര്യം? ഒരുപാട് പഠിച്ചാണ്ട് അല്ല പഠിക്കാണ്ട് അല്ല മുഖം നോക്കി ഒരാളുടെ ടെൻഷൻ തുടങ്ങിയിട്ട് ഭയങ്കര ടെൻഷൻ. അതായത് എന്ത് കൊലപാതകം ജോലി എടുത്ത് പോയെങ്കിലേ അപ്പൊ എന്താറിയോ ഫുഡ് ഉണ്ടാക്കുമ്പോ വീട് ക്ലീനിങ്ങിന് നമുക്ക് ഒരാളെ കൊണ്ടുവരാ. അതെ ഒരു ദിവസം അതേമാരെ ഞാൻ അല്ല നിങ്ങളെ രണ്ടാളെ ഒരു റീൽസ് ഉണ്ടല്ലോ ഒരു പാട്ട് പാടാത്ത ആ പാട്ടുണ്ടല്ലോ അത് നമുക്ക് മെമ്മറിയിലുണ്ട്. അത് ഇടക്കിടക്ക് കാണിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ഇട്ടാണ്ട് പറഞ്ഞേ നോക്കടി ബസീറൊക്കെ 2 പെണ്ണുങ്ങളായിട്ട് ഒപ്പം പാടണം. ഇതിങ്ങനെ കണ്ടാണ് ഞാനേ ഇവന്റെ ഒക്കെ ഒരു ഇത് കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇവളിങ്ങനെ നോക്കിയാണ്ട് എന്തേ ഇങ്ങനെ അങ്ങനെ കാട്ടണം. ഞാൻ പറഞ്ഞു ആർക്കും ആഗ്രഹം അല്ലാതെ പിന്നെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇവളും കുട്ടികളും മാത്രമാണ് സഹായിച്ചാനാണ്. എന്നാലും ഒരു മുഖത്തൊരു ടെൻഷൻ ഇല്ലായ്മ നമുക്ക് നടത്താം. വലിയ പ്രശ്നമല്ല. ഞാൻ കുറച്ച് ദിവസം ഞാൻ എറണാകുളമൊക്കെ പോയി നിന്നുകൊണ്ട് പിന്നെ ബസിന്റെ അവിടെ പോയി കുറച്ച് ട്രെയിൻ ഒരുപാട് ആക്ച്വലി പക്ഷിക്കറിയാലോ ഞാൻ അങ്ങനെയൊന്നും ചിരിക്കൂലെന്നറിയാലോ. പക്ഷെ ഞാൻ ഇടക്കിടക്ക് എന്റെ ഐലൈനർ എന്റെ കൺപശി ഇടക്കിടക്ക് ഞാൻ ടച്ച് ചെയ്തിട്ടിരിക്കണേ വീഡിയോ കണ്ടറിയാം. ഞാൻ അങ്ങനെ പെട്ടെന്ന് ചിരിക്കൂല. കൊറേ ചിരിച്ചു. എന്റെ കണ്ണില് വെള്ളം. ആൾക്കാർ ചോദിക്കുന്നു സ്വാനത്തെ കല്യാണാണെന്ന് സംഭവം അറിയോ? കാണണ്ടോരെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ പച്ചയായ മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടില്ല. അതല്ലേ നിങ്ങൾ ഈ സ്റ്റാൻഡേർഡിലെ ആൾക്കാർ കണ്ടു. ഞങ്ങളെപ്പോലത്തെ തനി നാടന്മാരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ നേരത്തെ വന്നപ്പോ പുള്ളി തുണി എടുത്താണ്ടല്ലോ ഒന്ന് അതിൽ പൊളിഞ്ഞോടാണ് ആ ബസ് കണ്ടിട്ടുണ്ട് പാന്റും പറഞ്ഞില്ല. എന്താ അവനെ കണ്ണടച്ച് കാണിച്ചു നോക്കിയത്? ചതിക്കരുത്. പൊളിഞ്ഞ് ഇന്ന് മൊത്തം പൊളിഞ്ഞിരിക്കുന്നത്. ഓരൊക്കെ എന്ത് സ്റ്റാൻഡേർഡിലാണ് നടക്കണത്? നിങ്ങൾ മാത്രം ഇങ്ങനെ കീറിയ തുണി കൂട്ടാണ്ട് നടക്കുന്നത്. സത്യാവസ്ഥ തുണി എടുത്തപ്പോ ഇപ്പാക്ക് ഒരു കുട്ടിയെടുക്കാൻ പറ്റില്ല. ഇവൾക്ക് ഇപ്പളാ മനസ്സിലായി തുണിന്ന് മനസ്സിലായില്ലോ. തുണി എടുത്തിട്ട് തുണിയല്ല നമ്മൾ എടുക്കണത്, ഡ്രസ്സെല്ലാം എടുക്കണത്. തുണി എടുത്തിട്ട് മുണ്ടാണ് ഉദ്ദേശിക്കണത്. അതാണ് മലപ്പുറം മഷൂരൊന്നും മനസ്സിലായില്ല. മഷൂ നിനക്ക് വല്ലതും മനസ്സിലാവുണ്ടായിരുന്ന നാടഫ്സലിക്ക് പറയണ കേട്ടിട്ട് ഒന്നും മനസ്സിലാട്ടോ. അതാണ് എല്ലാവരും അത് കേട്ടൊരു വെട്ടി ചിരി വരില്ല. കാരണം ഇതൊന്നും മനസ്സിലാവില്ല. അത് മനസ്സിലാവില്ല. അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞമ്മള് ശരിക്കും പിന്നെ ഓളെ നമ്മള് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പോലും മലപ്പുറം ഭാഷ. അവളുടെ ചാനലിന് പ്രമോഷൻ കൊടുക്കും. മലപ്പുറക്കാര് ഒന്നും പാടെ കൂടും ഞങ്ങളെ കണ്ട മറ്റോ പറഞ്ഞമാര്. അതിനെല്ലായിടത്തും ആണോ അന്ന് പാടിക്കേ. ഹാപ്പി ബർത്ത്ഡേ ടു
ഇല്ല, വീഡിയോ വന്നിട്ടാകുമ്പോ ആള് സീരിയസ് ആയി. എന്റെ അടുത്ത് മാത്രമേ പാടുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇപ്പൊ പാടുന്നു പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണ സൈഗു. നീ അവനെ വെയിറ്റ് ചെയ്യിപ്പിക്കണേ. അവളെന്താണ് താഴത്തേക്ക് എന്റെ പൊന്നാര മാണിക്കല്ലാളെ പുകലാളെ എന്താണ് പറയാ വിശേഷം? എന്റെ എന്തായാലും പണിക്കല്ലേ വർത്തിച്ചത്. ഇതിനാ പണി നോക്കിയാ മതി. മാണിക്കല്ലാളെ പുകലാളെ സ്നേഹത്തിൽ നമ്മള് വിളിക്കൂലേ, അതാണ് സ്നേഹം. അല്ലാതെ അതില് ബേഡോ കാര്യങ്ങളൊന്നുമില്ല. അത്രയും സ്നേഹം. അല്ല, അതവർക്ക് മനസ്സിലായി. അതോളാ മാഷി പറഞ്ഞത് അഫ്സലിക്കാക്ക് മനസ്സിലായില്ല. ആർക്ക് മനസ്സിലായില്ലത്? എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. എല്ലാ കുഴപ്പമില്ലല്ലോ, വീഡിയോയിൽ വന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങള് മലപ്പുറം അല്ല ഇന്നലെ വന്നതാ. അപ്പൊ ഫ്രണ്ട്സ് എല്ലാരും പറയുകളോടെ ഉണ്ട്. എങ്ങനെയാ കണ്ടത്? ഫാമിലി ഉണ്ട്, കാക്കയും മോനൊക്കെ. മലപ്പുറംകാരാണ് നിക്കുന്നത്. അവിടെ മാണിക്കൊക്കെ അല്ലാതെ പുകലാള്. ഞങ്ങള് തിരൂര്. എന്റെ വീട് കൊണ്ടോട്ടിയാണ്. ഇന്നലെ എത്തിയല്ലേ? അല്ല, ഞങ്ങൾ 2 ദിവസമായി. ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞു. ശരി, ഇന്ന് വെക്കണ്ടോ? നാളെ പോവും. ഞങ്ങളിന്ന് പോവാൻ നിൽക്കണേ. അപ്പൊ കണ്ടിട്ട് വരാൻ പറഞ്ഞു. ശരി, പോയി. ഓക്കെ. അഫ്സലിക്ക ആ പറ. ഞാൻ അഫ്സലിക്കാന്ന് വിളിക്കും. നല്ല ഒന്നാം തരം ഒരു പേരുണ്ടായിരുന്നിട്ട് കുഞ്ഞാന് അതൊന്നും വേണ്ട, ഞമ്മളെ കുഞ്ഞാനേന്ന് വിളിച്ചാ. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞാനെ, നിങ്ങൾ അങ്ങോട്ട് കുറച്ചേരം ഡൈവേർട്ട് ആയിട്ടിരുന്ന് കറക്റ്റ് വ്യക്തമായിട്ട് ഇതിന്റെ അത് കിട്ടിയിട്ടുണ്ട്. അത് പബ്ലിഷ് ആവുമ്പോ കാണാം. അതെ, ഞാൻ പെട്ടെന്ന് ആ പെണ്ണ് തല്ലാനാണോ വരുന്നത് എന്തിനാന്ന് അറിഞ്ഞല്ല. ഇതെങ്ങനെ നോക്കിയതാണ്. മതി കഥ പറയാം. പോയി സ്വഭാവം വെച്ചണ്ടടി. ഇച്ച് പോയി സ്വഭാവം ഉണ്ടോ? എന്താണ് ഇച്ച? എനിക്ക് അല്ല, നിങ്ങളെ ഇരിക്കറി. എനിക്ക് ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു. അല്ല, അപ്പൊ നിങ്ങൾ എങ്ങനെ പറയും? നിങ്ങൾ ഞങ്ങ അങ്ങനെയല്ല പറയണം. എനിക്ക് ചിരിച്ചിരിച്ച് മുഖമൊക്കെ വെറുതിരിക്കണേ. എന്റെ അതിലൊരു ഇടക്കിടക്ക് ടച്ച് കൺമശൊക്കെ പിന്നെ ടച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ണുന്നൊരു ഇത്തിരി വെള്ളം വരും. അതെ, മിക്കവാറും ഇങ്ങനെ പോയാൽ കരയും. അത് കരയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ബാക്കോട്ട് അടിച്ച് നോക്കിയാൽ മതി. അവ കരയാളെ വകുപ്പിട്ട് അതിനകത്ത്. അല്ല, അതൊക്കെ എന്ന് പറഞ്ഞ ബസ്സിയ വാണ്ടാത്തൊന്നും കാട്ടി കൊടുക്കല്ലേ. ഈ അതാരെങ്കിലും കട്ട് ചെയ്തോട്ടാ കാരം വല്ല ഇൻസ്റ്റയിലോ യൂട്യൂബിലോ വരിക. ഇത്ര ഉണ്ട് ആള്. മുമ്പിനെ കരയിപ്പിക്കൊന്നുമില്ലായിരുന്നു. തമാശക്ക് നമ്മളൊക്കെ ഇതാക്കുവല്ല. എന്തടി അങ്ങനെ ഉമ്മിനെ മച്ചുമ്മിനെ തൊട്ടണ്ടല്ലാന്ന് വരും. അടിക്കണോ ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ട്. അപ്പൊ അതെ, മതി നിർത്തിക്കോ, വേണ്ട പോയിക്കോ. എനിക്ക് അടുത്ത തുടങ്ങാനുള്ളതാണ്. ഓർഡർ എന്തിനാ? എനിക്കിഷ്ടമല്ല ഓർഡറല്ലേ. രണ്ടെണ്ണം കൂടെ. കുറൂറു കുട്ടി ഉറങ്ങിക്കോ, കുറൂറു കുട്ടി ഉറങ്ങിക്കോ. ജെസ്സി പാട്ട് അത് ജെസ്സി പാടുന്നതാണ്. കൊച്ചിന് ഇവിടെ ഉറക്കാൻ പോണു. കുട്ടി ഉറങ്ങിക്കോ, കുറൂറു കുട്ടി ഉറങ്ങിക്കോ. മുത്തുമണിയാ മാളികല്ലേ എവിടെയാണ്? ആർക്കും കുത്തണ്ട, എന്റെ ഫുള്ള് പിന്നെ 15 മേത്തല്ലേ. അല്ലാത്ത ഇന്നത്തെ ദിവസം പൊളിയാണ്. കഴിഞ്ഞ കുറൂറൂട്ടി ഇനി റിച്ച് പാടും.
ഞാനും കുഞ്ഞൊക്കെയും കൂടെ ഒരു കലക്കൻ ക്യാരം ബോർഡ് കളിക്കാൻ വേണ്ടി പോണത്. ആക്ച്വലി ഞാൻ വെറുതെ ഇങ്ങനെ വിളിച്ചത്, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ആള് ഭയങ്കര പ്രോയാണെന്നുള്ളത്. അതാണ് പൊളിക്കുഞ്ഞങ്ങൾ പൊളിയാണല്ലോ ആദ്യം തന്നെ. സോനോ അൽഹംദുലില്ലാഹ് ഹബീബി വൽ ഖറാത്ത് വൽ ഖറാത്ത്. ഇതിൽ ആര് ജയിക്കും? ജയിച്ചവർക്ക് 25,000 രൂപ പ്രൈസ് മണിയാണ്. ഞാൻ സ്പോൺസർ ചെയ്യാം. 25,000 രൂപ. നമ്മള് കഴിച്ച കാലം പറഞ്ഞിട്ട് ആള് പ്രോയാണ്, ഞാൻ വിചാരിച്ചു പോലൊന്നുമല്ല. ബസ്സിട്ട പെരുങ്കളി വെച്ചത് നമ്മക്കറിയില്ല. നമുക്കറിയില്ല, അറിയില്ല 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 ഫസ്റ്റത്തെ വെപ്പറി അറിയില്ല 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 എന്ന് പറഞ്ഞാൽ ഇട്ടിട്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല പൊന്നേരമാണ്. റെഡ് ഇട്ടോ റെഡ് ഇട്ടോ റെഡ് ഇട്ടോ ജസ്റ്റ് മിസ്. അല്ലെങ്കിൽ അത് പോയി കളി കഴിഞ്ഞില്ല. എങ്ങനെ കളിച്ചു? പണ്ടൊക്കെ ഒരു അരിമുല്ല കട്ടുണ്ടായിരുന്നു. അരിമുല്ല കട്ട്, അതെന്ത് കട്ടാണത്? പോയില്ല. ഒന്നുകൂടി അവങ്ങൾ കളിച്ചാലൊന്നുമില്ല. കാരപ്പോള് എത്താപ്പങ്ങളെ കഥ നോക്കാൻ തോന്നിയാണ്. വൈറ്റൊക്കെ കൊടുക്കണേ. പണ്ട് ബസ് പണ്ട് കളി ഒച്ചുണ്ടാക്കി കോലം പേടിപ്പിക്കുന്നത്. അരിമുല്ല കട്ടാനിട്ടില്ലല്ലോ. ജസ്റ്റ് മിസ്. ഐ വിൽ ട്രാക്ക്. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് കട്ട് അറിയോ? അരിമുല്ല കട്ട് അറിയില്ല. അരിമുല്ല കട്ടറിയോ? അത് വേറെ കട്ട്. കളി ബസ് നമ്മളെ എടുത്ത് എന്നാലേ പക്ഷേ കണ്ടും കേട്ട ഭാഗത്ത് പോക്കാം. അരിമുല്ല കട്ട് അരിമുല്ല കട്ട് പണ്ടൊക്കെ പറഞ്ഞാൽ റെഡ് കയറ്റി വെച്ചില്ല. ഫോളോ മേടിയില്ല. ഇല്ല ശരിക്കും അല്ലേ? ഞാൻ കൈ വർത്തു എല്ലാം പറക്കി പറക്കിടും. ഇംഗ്ലീഷാണ്. ചെന്നിക്കുത്ത് കേട്ടോ. ചെന്നിക്കുത്ത് ക്ലിയർ ആണ്. ചെന്നിക്കുത്ത് വേണേ കണ്ടോ? ജസ്റ്റ് ചെമ്പരത്തി കട്ടിട്ടോ. ബാക്കി കട്ടായി
ജസ്റ്റ് മിസ്സായി ചെമ്പരത്തി. ചെമ്പരത്തി ചമ്പരത്തി പോയി തീർന്ന് പോയി നേരെ പോക്കറ്റ്. ഇത് ഫസ്റ്റ് ഓഫ് 3 അല്ലേ? അടുത്തതില്ലേ അരിമുള്ളക്കട്ട് ചെമ്പരത്തി മുല്ലക്കട്ടുണ്ട്, നമ്മുടെ ഇംഗ്ലീഷ് കട്ട്. ഇംഗ്ലീഷ് കട്ടൊക്കെ വെച്ച് അവിടെ നടക്കും. ജെസ്സി ഇത് കാണില്ലേ? ജെസ്സിയ ഇച്ചത് എങ്ങനെ രണ്ടാളും അവിടെ നാട്ടം ഫോട്ടോഷൂട്ടാ. ഇവിടെ ചെമ്പരത്തി കട്ടും പിന്നെ മല്ലിക കട്ടും അരിമുല്ലക്കട്ടും ഞങ്ങൾ പോവാണ്. പിന്നെ മാനന്തവാടിന്റെ പോളെന്നാണ് പറയണത്. കൊടുക്കുന്നു ഇവിടെ അടി എന്റെ അടി. അങ്ങനൊന്നും ഞാൻ ചെമ്പരത്തി കട്ട് പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ ഇവിടുന്ന് പോകുമ്പത്തിന് ചെമ്പരത്തി കട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ കാണിച്ചു തരാം, പഠിപ്പിച്ചു തരാം. ആ പടച്ചോനെ ഇത് അരിമുല്ലക്കട്ട് ഇംഗ്ലീഷ് അതല്ല ഇത് ഫസ്റ്റ് കോഴിമുട്ട ഇറങ്ങിട്ടുണ്ട്, കോഴിമുട്ട പൊട്ടിച്ചിട്ടുണ്ട്. ഇത് കോഴിമുട്ട പൊട്ടിച്ചിട്ട് വാശി പണ്ടൊക്കെ ഈ ഒരു കളി കിട്ടുന്നില്ലടാ. അരിമുല്ലക്കട്ടൊക്കെ കാണിച്ചു തരാം. ഇതിപ്പോ കഴിഞ്ഞല്ല തീരുമാനമല്ലോ. അങ്ങനെ പോണത് ചെമ്പരത്തി കട്ടിലൂടെ കട്ടി കഴിക്കണേ. ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേക്ക് ഓർമ്മ ഉണ്ടാവുന്നുണ്ട്. അല്ല ഇവിടെ പൊട്ടിക്കാൻ വേണ്ടി ഒരാളിപ്പോ കണ്ടപ്പോഴേ ഓടിക്കുന്നു. എന്റെ കൊണ്ട് പോയിട്ട് ഇന്ന് മുത്തുമണിന്റെ ബർത്ത്ഡേ പൊളിക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് പിന്നെ നമ്മളെ എറണാകുളം ജില്ലയും മലപ്പുറം ജില്ല തമ്മിലുള്ള ഏറ്റുമുട്ടലുമാണ്. പിന്നെ പോരാത്തിന് ഇന്ന് ബർത്ത്ഡേ പൊളിക്കും. ഇട്ടത് എന്നാ റെഡ് ഇടും. അയ്യോ അല്ല ഓനെ ഞാൻ ശരിക്കും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചായിട്ട്. അങ്ങനെ കൊടുക്കല്ലോ അടേ ഇന്നലെ ബസിന്റെ കളി ബസ്സിന് വീഡിയോ ഇട്ടുകൊണ്ട് പിന്നെ ഞമ്മളിവിടെ ഉണ്ടാറാണ്ട് നമ്മളെ കുടിപ്പിച്ച് കളയും. 3-4 കോൺസാണ് അവിടെ അണ്ണാക്കിൽ തിരിയിരിക്കുന്നത്. ഇതിലുണ്ട് അരിമുല്ലക്കട്ടൊക്കെ അവിടെ പോയി മഞ്ഞല്ലേ കൊണ്ട് അരിമുല്ലക്കട്ട് പോയിട്ടോ. ഫോണ് കളിച്ച മാറിയല്ലടാ ലൈവില്. അങ്ങോട്ട് അരിമുല്ലക്കട്ട കൂടെ തീർക്ക്. ഒന്ന് 5 ദിവസം അങ്ങോട്ട് പോരാ. പക്ഷേ നമ്മള് വലിയ ബോർഡ് പോലെ വെച്ചിട്ട് നമുക്ക് ചെറിയ ബോർഡ് ഒരു ആരം കിട്ടുന്നില്ല. അതങ്ങനെ തോക്കാൻ പോകുമ്പോഴേക്ക് പല പല കാരണങ്ങൾ പറയും. അതേസമയം ജയിക്കുമ്പോഴാണെങ്കിൽ നല്ല ബോർഡാണെന്നും പറയും. നിങ്ങളിത് കാണുന്നില്ലേ? നിങ്ങളിത് കാണുന്നില്ലേ? കേൾക്കൂ. നല്ല ബോർഡല്ലേ? അതുപോലെ ചാൻസ് ആക്കി കൊടുത്തു നമ്മൾ ചാൻസ് ആക്കി കൊടുത്തു. പക്ഷെ റെഡ് കൈസിലുണ്ടായതുകൊണ്ട് നമ്മൾ കൈസിലായി. അതൊക്കെ സിമ്പിൾ അല്ലേ? അതൊക്കെ നമ്മൾ കാണുന്ന സംഭവം. പണ്ടൊരു മുക്കൂമൻ മുക്കിന് പോയി പടിഞ്ഞാറൻ കാറ്റത്ത് പോയി അരയെത്തി പെണ്ണ് തപസിരുന്ന് അവളെ കടലമ്മ കൊണ്ടുപോയി. ഒന്നോ രണ്ടോ ഫോട്ടോക്കൊന്നും ഒരു പറ്റില്ല. നമുക്ക് ആ ജാതി പ്രശ്നമല്ല.
അതിസാഹസ്യമായ ഇടക്കിടക്ക് കാണുന്നത് നമ്മള് ബഷീറല്ലേ? ബഷീർ എന്ന് പറഞ്ഞാൽ അവരാണ്. ബിഗ് ബോസ് കയറി പിന്നെ കണ്ണട ചോദിക്കുന്നത് കണ്ണടമേലും വരുന്നുണ്ട്. മലപ്പുറത്തിന്റെ പാണ്ടിക്കാടിന്റെ നൈസായിട്ട് ഫിനിഷ് ചെയ്യണമല്ലോ. ഞാൻ തീർന്ന് നോക്കിയോ? ഓ പിന്നെ പോയി ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ തന്നെ ഇവന്റെ കൈവേന എടുക്കണ്ടാവാ. കൈവേന എടുക്കണ്ട. തീർന്നു. അതിന്റെ എൻഡിങ് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. ഭയങ്കര കളിയിലാണ്. അരിമുല്ലകട്ട് പോയില്ലോ. ഓർമ്മത്തെ പണ്ടുണ്ടായിരുന്നു കൊളംകോരി കളി അറിയോ? കൊളംകോരി കൊളംകോരി കണ്ടോ? കൊളംകോരി ഇതാണ് കൊളംകോരി. ഒന്നും കിട്ടൂല. ഈ ബോർഡ് ബസ്സിൽ നമ്മള് അതിസാഹസ്യം പോയി ചെറിയൊരു ചാൻസ് എല്ലാം കൂടെ സൗകര്യമായിട്ടിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഫിനിഷ് പവർ വരുന്നില്ലടാ. ഞാൻ പിന്നെ പോയി പോയില്ല പോയില്ല. ഇനി അവിടെ നമ്മളെ ചന്തത്തിക്കോളും. പോയില്ലേ ചക്കയില് അങ്ങനെ റെഡും റെഡും ബോളും ഇട്ട് കഴിഞ്ഞാൽ പണി പോകും. നല്ലൊരു ഇരിപ്പാണ്. എനിക്ക് ഫുള്ള് നല്ലൊരു ഇരിപ്പാണ്. മോനെ എത്ര പ്രാവശ്യം അറിയും. യോഗെല്ലാം മണി പായ മണിക്ക് കുറഞ്ഞ മതി. എപ്പോ നമ്മളെ കളി ഇനി ഇപ്രാവശ്യം പിടിക്കുക. നല്ല ഫിനിഷ് അല്ലേ? അല്ലേ? കയറ്റി വെക്കോ? ഫിനിഷ് ആണ്. എങ്ങനെയാണ്? എനിക്ക് ഐഡിയ ഇല്ലത്. കയറ്റി വെക്കും. രണ്ട് കയറ്റി വെക്കോ? ആണോ? കറക്റ്റ് കളി കണ്ടോണ്ടിരിക്കണവർക്ക് അറിയാം. എനിക്കറിയില്ല. അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അവര് രണ്ട് കയറ്റിട്ടുണ്ട്. സ്റ്റേക്കർ ചാടിക്കഴിഞ്ഞാല് രണ്ടും കയറ്റണം എന്നാണ് അതിന്റെ നിയമം എന്നാണ് നമ്മുടെ ഭാഗത്തൊക്കെ അങ്ങനെ. പക്ഷെ എനിക്കറിയില്ല കേട്ടോ. ഓരോ സൈഡിലും ഓരോരുത്തരും ഓരോ ടൈപ്പിലാണ്. എന്തായാലും നന്ദിയുണ്ട് ബാലേട്ട. ബാലേട്ട നന്ദിയുണ്ട്. അത് ചാടി സുഖമായിട്ട് വെക്കണം. ഞാൻ ഇത് ഇപ്പോഴേ വേറെ പരിപാടി വേസിൽ കയറി തട്ടിയ പോകട്ടെ. അതാണ് എത്ര ചാൻസ് മിസ്സായി പോകുന്നത്. അത്ര മുമ്പ് ഞാൻ ഈ മക്കളെ തന്തക്ക് മധുര പനം ചക്കര മൂന്നെണ്ണത്തിന്റെ കള്ള ഞാനിന്ന് കടിച്ച കൊപ്പര അടുത്ത കാലം. ഇതാണ് റെഡ് ഇടല് കേട്ടോ. നീ ബ്ലാക്ക് എങ്ങനെ? ബ്ലാക്ക് നമ്മൾ ചെത്തിയാണ്ടാണ് ചെത്തിന്.
അന്നെ പോകുന്നുണ്ട് തന്നെ പോകുന്നുണ്ടെങ്കിൽ നീ 2 കോയിൻസ് ഒപ്പം ചേർന്നിട്ടുള്ളല്ലോ ഞാൻ കണ്ടോ അടിയിൽ പൊട്ടു ചെക്കായി പോയി അവിടെ ചെക്കായി ചാൻസ് ചെക്കായി അത് മലപ്പുറം ആയില്ല കുറെ ചാൻസസ് ഓ സോറി ഇതെവിടെ ഇവിടെ അല്ലേ അതെങ്കിലും അടി പോയി വാളെ പോയി നിന്റെ ഭർത്താവ് തന്നെ അതിസാഹസ്യമായിട്ടും എത്ര ചാൻസ് പോയെന്നറിയാം ഞങ്ങളുടെ ക്യാരംസ് കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ നോക്കി നടത്തുന്നത് എന്താണ് ഇവിടെ വരെ ഞാൻ കേറി ആകെ എന്റെ വായില് ഐറിന്റെ പേര് മാത്രം പറ്റുള്ളൂ എന്റെ പേര് റിച്ചുവിനെ അറിയാം ഓക്കെ അപ്പൊ ആരാ ജയിക്കാൻ പോണോടായിട്ട് സോനൊന്ന് കയറ്റി ഓക്കെ അപ്പൊ ഇതാണ് എന്റെ എല്ലാത്തിനും ഇരിപ്പ് വശം അല്ലേ ഓക്കെ നിങ്ങൾ കളിച്ചു ആബി ഒന്ന് നൈസായിട്ട് നാട്ടിലൊക്കെ പോയിട്ട് വന്നല്ലേ നമ്മുടെ മാണിക്കല്ലാളെ പുകിലാളെല്ലാം കണ്ടില്ലേ ഓക്കെ ഫുള്ള് ഫാൻസ് ഭയങ്കര ഫോട്ടോ എടുക്കലാണ് എന്താ സൈക്കിൾ എന്ത് പറ്റി ദേവന്റെ ഫോട്ടോ അല്ല വീഡിയോ ഇത് വീഡിയോ ആണ് അതുകൊണ്ട് പോസ്റ്റ് കാര്യമില്ല വീഡിയോ ആണ് വല്ലാത്ത ജാതി അൽ മാണിക്കൽ അൽ പുഗൽസ് ഗൈസ് അപ്പൊ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യണേ കാരണം ആവശ്യത്തെ കൂടുതൽ ടൈം ആയിട്ടുണ്ട് അല്ലെ ഞങ്ങളുടെ ഒരു കിടിലൻ ക്യാരംസ് കളിയൊക്കെ കളിച്ച് പൊളിച്ച് ശരിക്കും ഇന്ന് നമ്മുടെ പാണ്ടിക്കാടൻ കുഞ്ഞാന്റെ ഒപ്പം നമ്മളിന്ന് അടിച്ച് പൊളിച്ചിട്ടുണ്ട് ശരിക്കും എനിക്ക് ഇഷ്ടം അഫ്സലിക്കാന്ന് വിളിക്കാനാണ് നമ്മളെല്ലാരും കുഞ്ഞാനെ വിളിച്ചോണ്ടല്ലോ അപ്പൊ ശരി കുഞ്ഞാനെ അപ്പൊ എന്റെ മാഷാ അല്ലാഹ് അടിപൊളിയായിരുന്നു നല്ലൊരു ദിവസമായിരുന്നു എന്റെ മോന്റെ ബർത്ത്ഡേയും അതുകൂടാതെ നിങ്ങളായിട്ടുള്ള ഒരു എൻജോയ്മെന്റും കൂടെ ആയിട്ട് കലക്കലായിട്ടുണ്ട് ആള് ഈ നമ്മുടെ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ആളുകൾ പൊളിയുണ്ട് അടിപൊളിയാണ് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരാളാണ് നമുക്ക് പുള്ളിക്കാരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആൾ ഭയങ്കര ഫുൾ പവറാണ് ഞാൻ ഇടക്കിടക്ക് ഫേസ്ബുക്കിൽ ഇങ്ങനെ കാണാറുണ്ട് വീഡിയോസ് എന്തായാലും ഫുൾ ഓണാണ് ഫാമിലി മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എന്നും അടിപൊളിയായിട്ട് പോട്ടെ പിന്നെ നമ്മൾ കുറെ തമാശക്ക് പറഞ്ഞതൊന്നും ഒന്നും ഫീൽ ചെയ്തിട്ടില്ല അല്ല പ്രത്യേകിച്ച് അതല്ല പക്ഷേ ഞാൻ മറ്റേ കാര്യം ഉണ്ടല്ലോ അത് ഞാൻ തീരുമാനിച്ചു അതിനാണ് ഞാൻ പറഞ്ഞത് ഫീൽ ചെയ്യേണ്ടത് ഓക്കെ ഗൈസ് ഇൻഷാല്ലാ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ് ഇനി ബാക്കിയുള്ള വീഡിയോസ് എല്ലാം അശ്വിന്റെ ചാനലിൽ ഉണ്ടാവും